അടുത്തതായിട്ട് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം അതിലും കുറെ ഫങ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ആദ്യം വന്നേക്കുന്നതാണ് ടുഡേ ഓർ നോ നൗ. അപ്പൊ ടുഡേ എന്ന് പറയുമ്പോൾ എന്താ, ഇന്നത്തെ ഡേറ്റ്. നൗ എന്ന് പറയുമ്പോൾ ആ എക്സാക്ട് ടൈം അത് റിട്ടേൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഡേ ഓർ മന്ത് ഓർ ഇയർ. എന്താ, ഡേ എന്ന് പറയുമ്പോൾ 1 to 31 വരെയുള്ള ഒരു ഡേ ആയിരിക്കും. മന്ത് എന്ന് പറയുമ്പോൾ എന്താ, 1 to 12 വരെയുള്ള മന്ത്. ഇയർ എന്ന് പറയുമ്പോഴും അങ്ങനെ. അപ്പൊ ആ ഒരു ഓർഡറിൽ കൊടുക്കുക, ഡേ, മന്ത് ഓർ ഇയർ എന്ന് പറഞ്ഞ ഒരു ബേസിലേക്ക് വരാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണണമെങ്കിലും കണ്ടുപിടിക്കാം. ഇനി എന്താ, അവർ, മിനിറ്റ് ആൻഡ് ഓർ സെക്കൻഡ്. ഇതും സെയിം തന്നെ. എന്താ, എത്ര അവർ അല്ലെങ്കിൽ മിനിറ്റ്, സെക്കൻഡ് കണ്ടുപിടിക്കാൻ ഒരു ഓഫ് എ ഗിവൺ ഡേറ്റ് ടൈം വാല്യൂ, ഒരു ഗിവൺ ഡേറ്റ് ടൈം വാല്യൂന്റെ ബേസിലായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ഡേ ഓർ വീക്ക് നം. വീക്ക് ഡേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വീക്കിന്റെ നെയിം ആയിരിക്കും. ലൈക്ക് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. വീക്ക് നമ്പർ എന്ന് പറയുമ്പോഴോ 1 to 7 വരെ ഉള്ളത്. 1 എന്ന് പറയുമ്പോൾ ആ ഒരു വീക്ക് ഡേയുടെ നമ്പർ അങ്ങനെയായിരിക്കും വരുന്നത്. ഇനി ലാസ്റ്റത്തെ, സോറി, ഇനി വരുന്നത് ഈ ഓ മന്ത് എന്ന് പറയുന്നത് എൻഡ് ഓഫ് മന്ത് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എൻഡ് ഓഫ് മന്ത് എന്ന് പറയുന്നത് റിട്ടേൺസ് ദ ഡേറ്റ് ഓഫ് ദി ലാസ്റ്റ് ഡേ ഓഫ് ദി മന്ത്. അതായത് ലാസ്റ്റ് ഡേ, മന്തിലെ ലാസ്റ്റ് ഡേയുടെ ഡേറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ചില മന്തില് 31 ഉണ്ടാവും, ചില മന്തില് 30 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു ഡേറ്റിനാണ് ഇവിടെ എൻഡ് ഓഫ് മന്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. എൻഡ് ഓഫ് ഡേറ്റ്, എൻഡ് ഓഫ് മന്ത്. ഓക്കെ, നെക്സ്റ്റ് ഡേറ്റ് ഡിഫ് എന്ന് പറയുന്നത് ഡേറ്റ് ഡിഫറൻസ് ആണ്. റിട്ടേൺസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഡേറ്റ്സ് ബേസ്ഡ് ഓൺ എ ഗിവൻ ഇന്റർവൽ. ഇപ്പൊ ഡേയുടെ ബേസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ സൺഡേ മുതൽ ഈ വെനസ്ഡേ വരെയുള്ള ഡേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമ്മള് മൈനസ് ചെയ്യില്ലേ. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കുക ഡേറ്റ് തമ്മിലുള്ള ഡിഫറൻസ്. അല്ലെങ്കിൽ ഇപ്പൊ എന്താ, അത് അവരുടെ ബേസിൽ അല്ലെങ്കിൽ ഇയറിന്റെ ബേസിൽ 2020 മുതൽ 24 വരെയുള്ള ആ ഒരു ഇയറിന്റെ ഡിഫറൻസ്, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഡേറ്റ് ഡിഫറൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലൊരു പ്രോബ്ലം വരുന്നുണ്ട്, ബർത്ത് ഇയർ കാണാൻ വേണ്ടിയിട്ട്. ബർത്ത് ഇയർ കിടക്കുന്നത് ക്രിയേറ്റ് ന്യൂ കോളം ഇൻ ദി, ഓക്കെ, കസ്റ്റമർ ലുക്കപ്പ്. കസ്റ്റമർ ലുക്കപ്പ് എന്ന് പറയുന്ന ടേബിളിൽ പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യുക. ബർത്ത് ഇയർ എന്ന് പറയുന്ന കോളം ക്രിയേറ്റ് ചെയ്യാം. അതിൽ നിന്ന് എന്താ, ടു എക്സ്ട്രാക്ട് ഓൺലി ദ ഇയർ ഫ്രം ദി ബർത്ത് ഡേറ്റ് കോളം. അപ്പം ബർത്ത് ഡേറ്റ് എന്ന് പറയുന്ന ഒരു കോളം നമ്മുടെ കസ്റ്റമർ ലുക്കപ്പ് ടേബിളിൽ ഉണ്ട്. അതിൽ നിന്ന് ഇയർ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ ആ കോളം നെയിം ഇത് കൊടുക്കണം, ബർത്ത് ഇയർ എന്ന് കൊടുക്കണം. അപ്പൊ നമ്മൾ സെയിം ഇവിടെ പറഞ്ഞ, കണ്ടോ, ഇവിടെ പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, ഇയർ. അപ്പൊ എന്താ, നമുക്ക് ആ ഒരു ബർത്ത് ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, അതില് ഡേ ഉണ്ടാവും, മന്ത് ഉണ്ടാവും, ഇയർ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഇയർ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്ത് നോക്കുക. കസ്റ്റമർ ലുക്കപ്പിൽ പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു സിന്റാക്സ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം.